നമസ്കാരം. മകളുടെ സ്ഥാപനത്തിലെ മോഷണത്തിൽ പരാതിപ്പെട്ടതിന്റെ പേരിൽ അതിലും വലിയ കുറ്റം ചുമത്തിയാണ് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൃഷ്ണകുമാറിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇതിന് കാരണം ഈ വിഷയത്തിലെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിഷയത്തിൽ ജോമോൾ ജോസഫ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്നവരിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഇന്ന് ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കുറിപ്പിൽ വളരെ വ്യക്തമായി അദ്ദേഹം നേരിടുന്നതും അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുവെന്ന് ഉണ്ട്. കൃഷ്ണകുമാറിനെതിരെ പോലീസ് നടത്തിയ നീക്കവും ഈ നീക്കത്തെ കുടുംബം മറികടന്നതും വിശദീകരിച്ചുകൊണ്ടാണ് ആ കുറിപ്പ്. 6 പേരുള്ള കുടുംബത്തിലെ ഏക ആളായ കൃഷ്ണകുമാറിനെ സ്ത്രീപക്ഷ നിയമം വെച്ച് അകത്താക്കാനാണ് ശ്രമം നടന്നതെന്ന് ജോമോൾ കുറിച്ചു. ഈ പ്രതിസന്ധിയെ സധൈര്യം നേരിട്ട് കൃഷ്ണകുമാറിന് ബിഗ് സല്യൂട്ട് എന്നും അവർ നൽകുന്നു പറയുന്നു. ജോമോൾ ജോസഫിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വേട്ടയാടാൻ തക്കം പാർത്തിരുന്നവരോട് നമ്മൾ മലയാളികൾക്ക് കുറച്ചു നാളായി ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ ഉൾപ്പെട്ടയാളുടെ രാഷ്ട്രീയം നോക്കിയേ നമ്മൾ പക്ഷം പിടിക്കൂ. രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത വിഷയമോ ആളുകളോ ആണെങ്കിൽ പിന്നെ അവരുടെ മതം ഏതെന്ന് നോക്കിയേ നമ്മൾ അഭിപ്രായം പറയൂ. അത് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ വിഷയത്തിലും ചെറിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകടനത്തിലും സംഭവിച്ചതെന്ന് പറയുന്നു. വലിയൊരു വിശ്വാസമുള്ളത് ചെറിയൊരു ശതമാനം മാത്രമേ ആ കുടുംബത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ നോക്കി പ്രതികരിച്ചുള്ളൂ എന്നതാണെന്നും കൂട്ടിച്ചേർക്കുന്നു. വിഷയത്തിന്റെ മെറിറ്റ് പോലും മൈൻഡ് ചെയ്യാതെ അഭിപ്രായം പറയുക, നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വിലയിരുത്തി ശരിതെറ്റുകൾ മനസ്സിലാക്കി ശരിയുടെ ഭാഗത്തു നിൽക്കുക, ഇതൊക്കെ നമ്മൾ മലയാളികൾ കൈവിട്ട് കളയുന്ന നമ്മുടെ സാംസ്കാരിക ഉന്നതികളാണ്. ഇനി കൃഷ്ണകുമാറിന്റെ വിഷയത്തിലേക്ക് വരുന്നു. പൂർണ്ണമായും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കട്ട കാശ് തിരികെ കൊടുക്കാതെ നിവർത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ സംഭവം പോലീസിൽ പരാതി എന്നാകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ആ 3 കള്ളികളും കൂടി പോലീസിൽ കേസ് കൊടുക്കുന്നുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതും സ്ത്രീത്വത്തെ അപമാനിച്ചു, കടന്നുപിടിക്കാൻ ശ്രമിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊക്കെയാണ് കൃഷ്ണകുമാറിന് നേരെയുള്ള വകുപ്പുകൾ. പൂർണ്ണമായും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കട്ടക്കാശ് തിരികെ കൊടുക്കാതെ നിവർത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ സംഭവം പോലീസിൽ പരാതിയാകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ആ 3 സ്ത്രീകളും കൂടി പോലീസിൽ കേസ് കൊടുക്കുന്നു. അതും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട്, കടന്നുപിടിക്കാൻ ശ്രമിച്ചുവെന്ന്, ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊക്കെയാണ് കൃഷ്ണകുമാറിന് നേരെയുള്ള വകുപ്പുകൾ. ഇനി പ്രധാന വിഷയം എന്നത് FIR രജിസ്റ്റർ ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. ശനിയാഴ്ച വലിയ പെരുന്നാൾ ആയതുകൊണ്ട് കോടതി അവധിയും, ഞായറാഴ്ചയും കോടതി അവധി. കൃഷ്ണകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഇന്ന് തിങ്കളാഴ്ച മാത്രമേ കോടതി ജാമ്യം പരിഗണിക്കൂ എന്നത് ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ഇന്ന് ജാമ്യം കിട്ടിയാൽ പോലും ശനിയും ഞായറും തിങ്കളും ഇങ്ങനെ 3 ദിവസം കൃഷ്ണകുമാർ റിമാൻഡിൽ ജയിലിൽ കിടക്കണമായിരുന്നു. അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അവിടെ 3 പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു. അവർ കളവ് നടത്തിയത് പിടിക്കപ്പെട്ടപ്പോൾ കൃഷ്ണകുമാറും ഭാര്യയും 4 പെൺകുട്ടികളും ഉൾപ്പെടെ 6 പേരുള്ള ആ കുടുംബത്തിലെ ഏക ആണായ കൃഷ്ണകുമാറിനെ സ്ത്രീപക്ഷ നിയമം വെച്ച് അകത്താക്കുക, ജാതി കാർഡ് വെച്ച് ജയിലിലിടുക. അയാൾ പണ്ട് പറഞ്ഞ വിവരക്കേട് ഈ സംഭവത്തിൽ, അതായത് ജാതി കാർഡ് പിന്തുണർന്ന് നൽകും. ആ വ്യക്തി പണ്ട് പറഞ്ഞ വിവരക്കേട് ഈ സംഭവത്തിൽ, അതായത് ജാതി കാർഡ് പിന്തുണ നൽകും. എങ്ങനെയുണ്ട് ബുദ്ധി? ഇനിയാണ് വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. FIR രജിസ്റ്ററായ വിവരം ഈ 3 സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ന്യൂസ് ചാനലുകൾക്ക് കൈമാറിയപ്പോൾ മാധ്യമപ്രവർത്തകർ കൃഷ്ണകുമാറിനെ ബന്ധപ്പെടുന്നു. വിവരമറിഞ്ഞ കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു. കൃത്യമായ അന്വേഷണം നടന്ന ശേഷം മതി അറസ്റ്റ് എന്ന പേരിലുള്ള നടപടികളും വരുന്നു. തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് നിർദ്ദേശം പോകുന്നു. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി പ്രസ് മീറ്റ് നടത്തുന്നു. അപ്പോഴേക്കും ആ 3 സ്ത്രീകളുടെ പേരും റെക്കോർഡ് ചെയ്ത് വീഡിയോ പുറത്തേക്ക് വിടുന്നുണ്ട്. അതുവരെ ആ 3 സ്ത്രീകളും പെൺകുട്ടികളായതുകൊണ്ട് അവരുടെ പേരോ ഫോട്ടോയോ ഒന്നും തന്നെ പുറത്തുവിടാതിരുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബം തീരുമാനം മാറ്റുന്നു. കൃഷ്ണകുമാറിന്റെ ഭാര്യ ഓരോരോ വീഡിയോ തെളിവുകളായി യൂട്യൂബ് പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാവർക്കും സത്യം മനസ്സിലാകുന്നു. അതിനുശേഷം ഓരോരുത്തരും കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കാൻ തുടങ്ങുന്നു. അവിടെ മുതലാണ് ഈ കുടുംബത്തിന്റെ സത്യസന്ധതയും അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും മനസ്സിലാകുന്നത്. കുറ്റം സ്ത്രീകളുടേതാണെന്ന് മനസ്സിലാക്കുന്നതും അവിടെ മുതലാണ്. അവിടെ മുതൽ അവർക്കുള്ള പിന്തുണയും വർദ്ധിച്ചു എന്ന് തന്നെ പറയാം.